Hello guys, welcome back to my YouTube channel. Today's video is something special. എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ലൈഫിലേക്ക് ഇയറായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയ കുറച്ച് ചേഞ്ചസ് ആണ് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരാൻ പോകുന്നത്. ആദ്യം ഞാൻ വിചാരിച്ചു ഒരു 6 months ഒക്കെ കഴിയുമ്പോൾ അപ്ഡേറ്റ് ചെയ്താൽ മതി എന്ന് കരുതിയതാണ്. പക്ഷെ പിന്നെ വിചാരിച്ചു വേണ്ട, നമുക്ക് പുതിയൊരു വർഷമാണ് 2025. അപ്പം എന്തായാലും സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുമ്പോഴാണല്ലോ ഇത് ആർക്കെങ്കിലും ഒക്കെ കാണുകയാണെങ്കിൽ അവർക്കൊരു ഇൻസ്പിറേഷൻ ആവട്ടെ. അപ്പോൾ സോ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ചൊരു ഏകദേശം. സോ അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു പറയാമെന്ന് വെച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആൻഡ് ഞാൻ 2025 ആയിട്ടൊരു പ്ലാനർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്ലാനർ നിങ്ങൾ മുമ്പത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, പക്ഷെ അന്ന് ഞാൻ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. അപ്പം വിചാരിച്ചു ഇതിലെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറയാമെന്ന്. സോ ഞാൻ ഈ വർഷമായിട്ട് ഞാൻ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഇതുവരെ ഞാൻ അങ്ങനെ പ്ലാനറൊന്നും ഞാൻ എൻ്റെ ലൈഫിൽ അങ്ങനെ എഴുതിയിട്ടില്ല. കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് വെക്കും, പക്ഷെ എന്നാലും അങ്ങനെ പ്ലാനറിൽ എഴുതി ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ എനിക്കിപ്പോൾ തോന്നി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, പുതിയതായിട്ട് എന്തെങ്കിലും നമുക്ക് നമ്മുടെ ഓരോ ഡേയ്സ് പ്രൊഡക്റ്റീവായിട്ട് വെക്കാൻ അതാണ് ബെറ്റർ എന്ന് തോന്നി. അങ്ങനെ ഞാനിപ്പോൾ ഇവിടുത്തെ ടെഡി എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാട്ടോ. ഒരു പുറത്ത് ഒരു ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ബിസിനസ് പ്ലാനറിൻ്റെ ഫീൽ വരും, പക്ഷേ ബിസിനസ് പ്ലാനർ അല്ല, ഇത് നല്ലൊരു ക്യൂട്ടി പ്ലാനറാണ്. ഇത് നിങ്ങൾ മുമ്പത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. നല്ല ഭംഗിയാട്ടോ ഈ സ്റ്റിക്കേഴ്സൊക്കെ കാണാനായിട്ട്, നല്ല രസമാണ്. ഇപ്പോൾ ഓൾറെഡി ഞാൻ വാങ്ങിച്ചിട്ട് ഒരു 1-2 ആഴ്ചയായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഓൾറെഡി എഴുതിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ മുമ്പിൽ വെച്ച് കാണിച്ച് എഴുതണം എന്നായിരുന്നു, പക്ഷെ അന്ന് ഇതിൻ്റെ ഒരു ഐഡിയ ഒന്നും പോയില്ല. അപ്പം എനിക്ക് 1-2 സജഷൻസ് ഒക്കെ വന്നു ഇങ്ങനൊരു വീഡിയോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതിൻ്റെ വീഡിയോ ഒക്കെ വയ്ക്കാം. നല്ല അടിപൊളി സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട്, നൈസാണ്. നമുക്കിത് കാണുമ്പോൾ തന്നെ നല്ലൊരു മോട്ടിവേഷൻ തോന്നും. ആൻഡ് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഫ്രണ്ട് പേജൊക്കെ ഉണ്ട്, അതായത് നമ്മുടെ ഒരു ഇൻട്രോ പോലെയൊക്കെ. ദെൻ ഇതിൽ നമുക്ക് ഇവൻറ്റ്സ് ഒക്കെ കാണിക്കാം. ഈ ഒരു എന്താ പറയുക, ഞാനിപ്പോൾ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇവൻറ്റ്സ് ഒക്കെ ഞാൻ ഇപ്പോഴേ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് അങ്ങനെയാണ് ഞാനിപ്പോൾ ഓൾറെഡി ഞാൻ ഈ ഒരു ഇയറിൽ എനിക്ക് അറിയുന്ന കുറച്ച് എൻ്റെ ലൈഫിൽ എനിക്ക് കണക്ട് ചെയ്തിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോരോ കാര്യങ്ങളുണ്ടല്ലോ, എല്ലാവർക്കും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ എൻ്റെ ലൈഫിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് സ്പെഷ്യലായിട്ട് മറക്കാൻ പറ്റാത്ത കുറച്ച് ആൾക്കാരുടെ ബർത്ത്ഡേയ്സ്, അതുപോലെ എനിക്ക് റിയൽ ലൈഫിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്പെഷ്യൽ ഇവൻറ്റ്സ് ഒക്കെ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ്, ഞാൻ എന്താണെന്നൊന്നും ഇപ്പോൾ കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ ഇത് ഒരു കലണ്ടർ പേജാണ് കേട്ടോ, ഇങ്ങനെയാണ്. ഞാൻ പിന്നെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്, ഒന്നാമത്തെ കാര്യം ഞാനിപ്പോൾ ഇവിടെ റിംഗ് ലൈറ്റൊന്നും യൂസ് ചെയ്യുന്നില്ല. സാധാ എൻ്റെ ഒരു ക്യാമറ ജസ്റ്റ് ഒന്നല്ല, സോറി ഫോൺ ഇങ്ങനെ വെച്ചിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, നമുക്ക് റിംഗ് ലൈറ്റൊക്കെ മേടിക്കണം. പിന്നെ ഇവിടെ ഒരു നോട്ട്സിൻ്റെ ഒരു പേജ് പോലെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ നോട്ട്സ് ഒന്നും എഴുതിയിട്ടില്ല, എനിക്ക് കുറച്ച് പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ലെറ്റർ ടു മീ എന്നുള്ളൊരു സെൻസ് എനിക്ക് തന്നെ എഴുതി വെക്കണം എന്നുണ്ട്. അപ്പോൾ അത് ഞാൻ എഴുതും ഉടനെ. പിന്നെ ഇതെൻ്റെ ജാനുവരി ടു ഡു ലിസ്റ്റ് കേട്ടോ. ഞാൻ ഓൾറെഡി എനിക്ക് ജനുവരി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു കോൺസെപ്റ്റിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടാണല്ലോ ജാനുവരി, ഫസ്റ്റ് മന്ത് ഈ ഇയറിലെ. അപ്പം എന്ത് നമുക്ക് പോസിറ്റീവായിട്ട് ബിഗിൻ ചെയ്യാം. സോ ഈ ഇയറും നമുക്ക് പോസിറ്റീവായിട്ട് ബിഗിൻ ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ ബി പോസിറ്റീവ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഈ മന്തിന് എനിക്ക് നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ബി പോസിറ്റീവ് എന്നുള്ളൊരു സ്റ്റിക്കറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഈ ഒരു മന്തിൽ എനിക്ക് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിവിടെ ഞാൻ നോട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യം അത് അറ്റ് ദ എൻഡ് ഓഫ് ദിസ് മന്ത് ഞാൻ നോട്ട് ചെയ്യുന്നുണ്ടാവും. എനിക്കിപ്പം അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഓരോ ഡേ കഴിയുമ്പോൾ നമുക്കിത് പോസിറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൽ ഫിൽട്ടർ ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്ന കുറച്ച് ഇവൻറ്റ്സ് അല്ലെങ്കിൽ കുറച്ച് മൊമെൻറ്റ്സ് അല്ലെങ്കിൽ മെമ്മറീസ് അതിനെ ഇവിടെ നോട്ട് ചെയ്യും കേട്ടോ. അത് നമുക്കൊരു പിന്നീട് ഓരോ മന്ത്സും നമുക്ക് മുമ്പിലോട്ട് പോകാൻ ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. അപ്പോൾ ഇതിലിപ്പം ഞാൻ ടു ഡു ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പം എന്തൊക്കെ കാര്യങ്ങളാണെന്നൊന്നും ഞാൻ ഇപ്പം പറയുന്നില്ല, അത് എൻ്റെ കയ്യിൽ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. ദെൻ ഇത് നമുക്ക് എന്താ പറയുക, നമ്മുടെ ഇവൻറ്റ്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടുത്തെ ഒരു സ്റ്റുഡൻ്റാണ്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ ക്ലാസ്സസ് പിന്നെ വേറെ എന്തെങ്കിലും കാര്യം ഇപ്പം എന്താ പറയുക എന്തെങ്കിലും പർച്ചേസ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു മന്തിൽ എനിക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ ഇവിടെ നോട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്.
പിന്നെ ഇതിപ്പോൾ ഞാൻ ഇതുവരെ എന്താണ് ഈ ഒരു വീക്ക് ഞാൻ പ്ലാൻ ചെയ്ത് എഴുതി വെച്ചിട്ടുള്ളതാണ് ഓരോ ദിവസം എനിക്ക്, അതായത് ഇപ്പം ചെയ്യാനുള്ള കാര്യങ്ങൾ. ഞാനിപ്പോൾ ഒരു വീക്ക്ലി പ്ലാൻ പോലെയാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അതായത് ഇപ്പോൾ അഡ്വാൻസ് ആയിട്ട് ഞാൻ ഒരു സൺഡേ ഇരുന്നിട്ട് ഈ വീക്ക് ഞാൻ എന്തൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിപ്പോൾ ഈ ചെറിയ കാര്യമാണെങ്കിൽ പോലും അത് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്, എന്തൊക്കെ ചെയ്യണം. ലൈക്ക് ഇപ്പോൾ ക്ലീനിങ് അല്ലെങ്കിൽ പർച്ചേസിങ് അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഇപ്പോൾ എന്തെങ്കിലും തീസീസിന് വേണ്ടി എന്തെങ്കിലും റെഫർ ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നോക്കുന്ന അതാണെങ്കിൽ പോലും ഈവൻ ചെറിയ കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ ഇതിൽ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അതായത് ഞാൻ ഒരു പ്ലാനിങ് പോലെ ഒരു ഡയറി പോലത്തെ കൺസെപ്റ്റ് ഇല്ല കേട്ടോ, അതെനിക്ക് അത്ര താല്പര്യമില്ല. ലൈക്ക് ഇപ്പം ഞാൻ എന്താ പറയുക, ഈ ഒരു വീക്ക്ലി പ്ലാൻ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. എനിക്കിപ്പോൾ ആദ്യം ഞാൻ ഡെയിലി ആയിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്, അപ്പോൾ എനിക്ക് അത്ര ഒരു ഇത് തോന്നിയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീക്കിൽ എനിക്ക് ഏകദേശം എനിക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ചെയ്യണം എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഓരോ ഡേയ്സിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതുവരെ ആ ഒരു പ്ലാനർ അനുസരിച്ചിട്ടാണ് ആ ഒരു കാര്യങ്ങളൊക്കെ എന്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അത്യാവശ്യം ഞാൻ ഈ വീക്കിൽ ഏകദേശം പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പം അതനുസരിച്ചിട്ടാണ് ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീക്ക് പ്ലാൻ ചെയ്യണം. ഈ വീക്കിൽ ഓൾമോസ്റ്റ് എല്ലാം തന്നെ എന്തൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചു അതെല്ലാം നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും പ്ലാനർ കൊണ്ട് എനിക്ക് നല്ലൊരു ഇമ്പോർട്ടൻസ് നല്ലതുപോലെ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ വെറുതെ ഒരു സ്ഥലത്ത് മടി പിടിച്ചിരിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും ബെറ്ററാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. സോ അപ്പം നമുക്ക് എന്തായാലും ഈ വരുന്ന വീക്ക് എനിക്കൊന്ന് പ്ലാൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ആ ഒരു സെക്ഷനിലേക്ക് പോകാം. നമ്മൾ ഈ ഒരു വീക്ക് ഏകദേശം റഫായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നൊന്നും ഞാൻ കാണിക്കുന്നില്ല. നമ്മുടെ ഒരു ഹൈലി പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് ഈച്ച് ആൻഡ് എവരി വൺ ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല. പക്ഷേ എന്നിരുന്നാലും എന്താ പറയുക, കുറച്ച് ഞാൻ 2024 വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പം ഒരു എന്താ പറയുക റെൻറ്റിംഗ് ഒക്കെ ആയപ്പോൾ എനിക്ക് ആകെപ്പാട് എന്താ പറയുക ഒരു ലോൺലിനെസ് അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. കാരണം ഒന്നാമത് ഇവിടെ വിൻ്ററാണ്, അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു. പക്ഷേ അപ്പോൾ ഞാൻ വിചാരിച്ചു 2025 പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഞാൻ എന്താ പറയുക ഒരു ഹാപ്പിനെസ് ഉണ്ട് എന്തൊക്കെ പറഞ്ഞാൽ. കാര്യം എന്തൊക്കെയോ ചെയ്യാനുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ പെൻഡിങ് ഉണ്ട് അല്ലെങ്കിൽ അതൊക്കെ ചെയ്ത് തീർക്കണം എന്നുള്ളൊരു മോട്ടിവേഷൻ ഉണ്ട്. അപ്പം എന്നെപ്പോലെ കുറച്ച് ജീവിതം പ്രൊഡക്റ്റീവ് അല്ല അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉള്ളൊരു തോട്ട് ഉള്ളവർക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബെനിഫിഷ്യൽ ആയിരിക്കും. പിന്നെ എന്താ പറയുക, നമ്മുടെ ഓരോ മന്തിൻ്റെയും ബിഗിനിങ്ങിൽ നല്ലൊരു പേജുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിച്ചോന്ന് ഓർമ്മയില്ല കേട്ടോ. എന്നാൽ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇപ്പം നമ്മുടെ ജനുവരിയുടെ ഇങ്ങനെ ഒരു പേജാണ്. കാണിച്ചു എന്ന് തോന്നുന്നു. മേക്ക് യുവർ ഓൺ പാത്ത്, അതാണ് ഈ മന്തിൻ്റെ ടാഗ് ലൈൻ വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഇയർ തുടങ്ങുന്നതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ വേ കണ്ടുപിടിക്കുക, എവിടെയാണ് നമുക്ക് എന്താ പറയുക നമുക്ക് പോസിറ്റീവായിട്ട് നമ്മളെ വെക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് അത് ചെയ്യാൻ നോക്കുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വരും ലൈഫിൽ, പക്ഷേ അതൊക്കെ ഒന്ന് എന്താ പറയുക നെഗറ്റീവ്സ് വരുമെങ്കിലും അതിനെ പോസിറ്റീവ്സ് വെച്ചൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ അതൊന്ന് കോപ്പപ്പ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ആൻഡ് പിന്നെ ഇവിടെ ഒരു നോട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു പേജ് ഉണ്ട്. അപ്പം ഞാൻ ഇതിനെ ഒരു ലെറ്റർ ടു മീ, ഈ ഇയറിലേക്ക് എനിക്ക് ഞാൻ തന്നെ എഴുതുന്ന ഒരു ലെറ്ററാണ്. അതപ്പം ഞാൻ ഇവിടെ എഴുതട്ടെ. എന്നിട്ട് ഇതിപ്പോഴൊന്നും ഇല്ല, അടുത്തൊരു ഇയറിൻ്റെ ഒരു ബിഗിനിങ് ഒക്കെ ആകുമ്പോഴത്തേക്ക് എനിക്കിത് വായിച്ച് നോക്കണം. അതായത് അപ്പം എങ്ങനെയായിരിക്കും എന്നുള്ളത്, ഞാൻ എന്തൊക്കെയാണ് എനിക്ക് തന്നെ വേണ്ടിയിട്ട് കരുതി വെച്ചിട്ടുള്ള വിഷസ് എന്തൊക്കെയാണ്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അത് നോക്കാം.
ആ ഒരു ലെറ്റർ ടു മീ കഴിഞ്ഞു കേട്ടോ. ഞാൻ കാണിക്കുന്നില്ല, ഞാൻ ജസ്റ്റ് ഇപ്പം എനിക്ക് എന്നോട് തന്നെ എന്തൊക്കെയാണ് ഈ ഒരു ഇയറിലേക്ക് വേണ്ടിയിട്ട് എനിക്ക് എന്നോട് തന്നെ പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇനി അത് നമുക്ക് നെക്സ്റ്റ് ഇയർ ആകുമ്പം ഞാൻ അത് ജസ്റ്റ് ഒന്ന് വലുതായിട്ടൊന്ന് റീഡ് ഔട്ട് ചെയ്യുന്നില്ല, പക്ഷെ എന്നാലും അപ്പോൾ നമുക്കൊരു സെൽഫ് ഹീലിംഗ് ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു മൊമെൻറ്റ് അത് ഫീൽ ചെയ്ത് തന്നെ അറിയണം. അപ്പം എന്തായാലും നെക്സ്റ്റ് ഇയറിലാകുമ്പോൾ നമുക്ക് നോക്കാം അത് എത്രത്തോളം ആ ഒരു ലെറ്റർ എനിക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ ഉള്ളത്. അപ്പം ഇവിടെ വരണം അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് എനിക്ക് ചെയ്യണം എന്ന് വിചാരിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നു, അപ്പോൾ നടന്നുകൊണ്ടിരിക്കുവാണ്, ഇനിയും ഉണ്ട് കുറേ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഓരോ മന്തിൽ എന്തൊക്കെ ചേഞ്ചസ് വരും, വരാതിരിക്കാം, എന്തൊക്കെ നടക്കും, നടക്കാണ്ടിരിക്കാം. പക്ഷെ എന്നാലും എനിക്ക് നടന്ന കുറേ അധികം കാര്യങ്ങൾ അല്ലെങ്കിൽ അതിലെനിക്ക് ഏറ്റവും ഹാപ്പിനെസ് ആയിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ കാണിക്കാം ഈ ഒരു വീഡിയോയിൽ. അവിടെ എവിടെയൊക്കെ ആയിട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഇതാണ് പുതിയ വർഷത്തിൽ ഞാൻ എന്തൊക്കെ ചെയ്തു അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇതൊക്കെയാണ് എനിക്ക് വന്നിട്ടുള്ള ചേഞ്ചസ്. സോ നിങ്ങൾ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് വയ്ക്കുക. ആൻഡ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എന്തായാലും ലൈഫിൽ എപ്പോഴും നമ്മൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുക. ഓൾവേസ് ബി ഗ്രാറ്റിറ്റ്യൂഡ്. അതിപ്പോൾ മറ്റുള്ളവരോടാണെങ്കിലും നമ്മുടെ ലൈഫിനോട് തന്നെയാണെങ്കിലും അത് കാണിക്കുക. ബിക്കോസ് ആദ്യം നമുക്ക് തോന്നാം വർത്ത് ആണോ അല്ലയോ എന്നൊക്കെ, പക്ഷേ വൺ ടൈം ലൈഫിൽ അതൊക്കെ വർത്തായിട്ട് വരും. സോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ആൻഡ് നിങ്ങളുടെ 2025 എങ്ങനെയാണ് ബിഗിൻ ചെയ്തത്, അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു, ഇനി എങ്ങനെ പോകണം എന്നൊക്കെ എന്തെങ്കിലും ഐഡിയാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡു കമൻറ്റ്, അല്ലെങ്കിൽ ബി പ്രൊഡക്റ്റീവ് ഓൾവേസ്, അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും ഇതുപോലെ എന്തെങ്കിലും നിങ്ങൾ ലൈഫിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി. സോ ടാറ്റാ ബൈ ബൈ.